ഉത്തർപ്രദേശിലാണ് ഒരു തമ്പിങ് മെജോറിറ്റി ബി.ജെ.പിക്ക് ഉള്ളത് എന്ന് ഇപ്പോൾ പറയാൻ സാധിക്കുന്നത്. പക്ഷെ ആ ഒരൊറ്റ വിജയം കൊണ്ട് തന്നെ നരേന്ദ്രമോദി ബി.ജെ.പിയാണ് ഇന്ത്യയിലെ ഏകദേശീയ പാർട്ടി എന്ന് പറയാനുള്ള ധൈര്യം അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നു. ആ രീതിയിലാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ ചർച്ചകളെ കൊണ്ടുപോകുന്നത്. അത് 2019 പ്രചരണത്തിന്റെ വലിയ ഒരു ആയുധമാണ്. അങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ പ്രതിപക്ഷം എങ്ങനെയാണ് ഒരുമിക്കുക, ആരുടെ കീഴിലാണ് ഒരുമിക്കുക, അപ്പുറത്ത് എന്താണ് കണ്ടുവച്ചിരിക്കുന്നത് എന്നാണ് അറിയേണ്ടത്. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ ഇപ്പോഴും കൊച്ചിയിലുണ്ട്. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, താങ്കളോടാണ് ചോദ്യം. ആരാണ് നയിക്കേണ്ടത് എന്നാണല്ലോ മുൻകാലങ്ങളിൽ തർക്ക വിഷയമാകുന്നത്. രാഹുൽ ഗാന്ധി നയിക്കണമോ എല്ലാവരെയും കൂടി, അതോ ഇനി മറ്റാരെങ്കിലും ഒരു മതേതര സഖ്യത്തിന് വേണ്ട ഒരു നേതൃത്വം ഉണ്ടാകുമോ എന്നുള്ളതൊക്കെയാണല്ലോ. നിങ്ങളുടെ തന്നെ പരാജയത്തിന്റെ പ്രശ്നങ്ങൾ തർക്കിച്ച് ചർച്ച ചെയ്ത് തീർന്നതിന് ശേഷം വേണം ഇത്തരത്തിലൊരു കാര്യത്തിന് വേണ്ടി ഒരുങ്ങാൻ. അത്രയ്ക്കൊക്കെ സമയമുണ്ടോ ഇനി 2019 പോകാൻ? ഇതിനകത്ത് നമ്മൾ ഓരോ സ്റ്റേറ്റും പ്രത്യേകം നോക്കണ്ടേ. ഇപ്പോൾ UP, ബീഹാറിൽ കോൺഗ്രസിനേക്കാൾ ശക്തിയായി നിൽക്കുന്നത് മറ്റു പാർട്ടികളാണ്. SP ഉണ്ട്, BSP ഉണ്ട്, ജനതാദൾ യുണൈറ്റഡ് ഉണ്ട്. സോഷ്യലിസ്റ്റ് കക്ഷികൾക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള 2 സ്റ്റേറ്റാണ്. പക്ഷെ മറ്റ് BJPയുടെ സ്റ്റേറ്റിൽ കോൺഗ്രസ്സാണ് പ്രതിപക്ഷം. ഇപ്പോൾ ഗുജറാത്ത് എടുത്താലും രാജസ്ഥാൻ എടുത്താലും മധ്യപ്രദേശ് എടുത്താലും അവിടെയൊക്കെ BJP ഫൈറ്റ് ചെയ്യുന്ന കോൺഗ്രസ്സാണ്. ഇപ്പോൾ കർണാടക എടുത്താലും കോൺഗ്രസ് അല്ലേ ഫൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ആര് നയിക്കുമെന്ന് പറയുമ്പോൾ തന്നെ കോൺഗ്രസ് ഇപ്പോഴും ദേശീയ പാർട്ടി തന്നെയാണ്. ഈ ഇലക്ഷൻ തന്നെ എടുത്തോളൂ, കോൺഗ്രസ് എല്ലായിടത്തും വന്നിട്ടുണ്ടല്ലോ. ഇപ്പോൾ മണിപ്പൂരിലായാലും കോൺഗ്രസ് 15 കൊല്ലത്തെ ആൻറ്റി ഇൻക്യൂബൻസ് കഴിഞ്ഞ് ഏകദേശം അടുത്ത് നിൽക്കുകയാണ്. ഗോവയിൽ തൊട്ടടുത്ത് വന്നിട്ടുണ്ട്, പഞ്ചാബിൽ തിരിച്ചു വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞത്, ഞങ്ങൾ ഒരു കാര്യം ഞാൻ അംഗീകരിക്കുന്നു, പണ്ട് കോൺഗ്രസ് ഉണ്ടായിരുന്ന ഒരു ഒരു അപ്രമാദിത്വം അത് നഷ്ടപ്പെട്ടു. അത് റിയാലിറ്റിയാണ്, ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷെ അപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, BJPയെ അവരുടെ അതായ സ്വാധീന മേഖല പരാജയപ്പെടുത്തണമെങ്കിൽ കോൺഗ്രസിന് തന്നെ കഴിയൂ. അതിനെ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണ വേണ്ടി വരും. ഇപ്പോൾ UP ആണ് ഏറ്റവും വലിയ പ്രസ്ഥാനം. UP ആണ് അവിടെ 75 സീറ്റ് ജയിച്ചത്. അതിൽ എനിക്കൊരു അതിൻ്റെ അകത്ത് എൻ്റെ ഒരു അസസ്മെന്റ് ഞാൻ പറഞ്ഞോട്ടെ. 1% ഹിന്ദു പോപ്പുലേഷനുള്ള അമേരിക്കയിൽ പോലും 2 or 3 പേര് അവിടുത്തെ സെനറ്റിൽ ജയിച്ചു വന്നിട്ടുണ്ട്, ഹൈന്ദവര്. ഒരു മുസ്ലിം ജയിച്ചു വന്നിട്ടുണ്ട്. ഇത് 20 കോടി ജനങ്ങൾ മുസ്ലിങ്ങളുള്ള ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും ഒരൊറ്റ മുസ്ലിം പോലും പാർലമെന്റിലേക്ക് വരുന്നില്ല. അത് വളരെ പരിതാപകരമാണ്. അത് നാളെ വരാൻ പോകുന്ന അങ്ങനെയുള്ള മൈനോറിറ്റി ഉണ്ടാകാൻ പോകുന്ന അരക്ഷിതാവസ്ഥ അത് BJP കാണണം. എന്നുവെച്ചാൽ നിങ്ങളിപ്പോൾ BJP ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയാണ്. അപ്പോൾ നിങ്ങളിതൊക്കെ കാണാതെ പോകുന്നത് വീണ്ടും ഇന്ത്യയിൽ അരക്ഷിതാവസ്ഥയും അതുപോലെ അസ്വസ്ഥതയും പടരാൻ ഇടയാകും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സുജാത, താങ്കളാണ്. നമുക്കിപ്പോ അമിത്ഷായുടെ വാർത്താ സമ്മേളനം നടക്കുന്നുണ്ട്, അതിന്റെ ദൃശ്യങ്ങളൊന്ന് കാണാം. നമുക്ക് അതിലേക്ക് പ്രധാനമായി വാർത്തകൾ ഉണ്ടെങ്കിൽ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. എന്തായാലും അദ്ദേഹം വിജയത്തിന് നന്ദി പറയാൻ വേണ്ടി ആയിരിക്കണം ഈ സന്ദർഭം. विजुअल कटेगी भैया, बाद में ईश्वर आ जाओ ना, अंदर खड्डे में आ जाओ. എന്തായാലും അദ്ദേഹം വിജയത്തിന് നന്ദി പറയാനാണ് സാധ്യത. ഉത്തർപ്രദേശിലെയും ഉത്തരാഖണ്ഡിലെയും വിജയത്തിനുള്ള BJPയുടെ നന്ദി അദ്ദേഹം അറിയിക്കുന്നുണ്ടാവും. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് KK സുരേന്ദ്രനെ അദ്ദേഹം കേട്ടോ എന്ന് അറിയില്ല. എന്തായാലും അദ്ദേഹം എന്ത് പറയുന്നുള്ളത് കേട്ട് കാണും. ഓക്കെ. അപ്പൊ അത് തന്നെയാണ് ഇവിടെ വന്നത്. ശ്രീ സുജാത, ഡൊമിനിക് പ്രസന്റേഷൻ പറയുന്ന അർത്ഥത്തിൽ കോൺഗ്രസ് ആണ് മറ്റു പല ഭാഗങ്ങളിലും വലിയ പാർട്ടി എന്നുള്ളതൊക്കെ അംഗീകരിച്ച് ആര് നേതൃത്വം കൊടുക്കണം എന്നുള്ളതിനേക്കാൾ ഈ അപകടം മനസ്സിലാക്കിയുള്ള ഒരു മുന്നേറ്റം ഉണ്ടാകുമോ? അദ്ദേഹം പറഞ്ഞത് ഞാൻ അംഗീകരിക്കുകയാണ്. അതായത് ഇപ്പോൾ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച രാഷ്ട്രീയ പ്രസ്ഥാനം കോൺഗ്രസ് തന്നെയാണ്. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവർ കൊടുത്ത സംഭാവനയെ അങ്ങേയറ്റം വിലമതിക്കുകയും ചെയ്തു. കോൺഗ്രസ് സ്വീകരിച്ച ജനവിരുദ്ധ നയങ്ങൾ ജനങ്ങൾ തള്ളിക്കളഞ്ഞപ്പോൾ ആ സ്പേസിൽ BJP കടന്നു വന്നു. പക്ഷേ ഞാൻ ഇപ്പോഴും ഉറപ്പിച്ച് തന്നെ പറയുന്നു, 31% പിന്തുണ മാത്രമേ ഒന്ന് പെട്ടെന്ന് പോയിട്ട് തിരിച്ചു വരാം. जो नतीजे आए हैं वो भारतीय जनता पार्टी के लिए बड़े उत्साहवर्धक और आनंदित करने वाले नतीजे हैं. उत्तर प्रदेश, उत्तराखंड, गोवा और मणिपुर चारों राज्यों में भारतीय जनता पार्टी सरकार बनाने जा रही है. और पंजाब में हालांकि हम चुनाव हारे हैं, मगर 30% से ज़्यादा वोट
हमारे गठबंधन ने प्राप्त किया है। सबसे पहले तो मैं उत्तर प्रदेश, उत्तराखंड, गोवा, मणिपुर और पंजाब की जनता को भारतीय जनता पार्टी की ओर से हृदय से धन्यवाद देना चाहता हूं और उनका अभिनंदन भी करना चाहता हूं, क्योंकि जो ऐतिहासिक मैंडेट ये पांचों राज्यों की जनता ने दिया है वो देश के राजनीति को एक नई दिशा देने वाला होने वाला है। मैं भारतीय जनता पार्टी के देश भर में फैले हुए करोड़ों कार्यकर्ता और शुभचिंतकों का भी धन्यवाद करना चाहता हूं, क्योंकि कई उतार चढ़ाव भरे इस चुनाव में अनेक मौकों पर भारतीय जनता पार्टी के देश भर के कार्यकर्ता और शुभचिंतकों ने हमारा हौसला बढ़ाया है, हमारा समर्थन किया है और हमारी मदद भी करी है। उत्तर प्रदेश और उत्तराखंड में भारतीय जनता पार्टी को लगभग 3/4 बहुमत, अप्रत्याशित बहुमत मिला है। ये मैं मानता हूं कि आजादी के बाद का सबसे बड़ा विजय है। आंकड़ों की गहराई में मैं नहीं गया, मगर उत्तर प्रदेश और उत्तराखंड अलग होने के बाद अभी जो विजय दिखाई पड़ती है आजादी के बाद की सबसे बड़ी विजय है। गोवा और मणिपुर में भी भारतीय जनता पार्टी सरकार बना पाए, इतनी कंफर्टेबल सीटों पर हमारी लीड हो चुकी है। मित्रों, ये जीत जो है वो सबसे पहले तो इन राज्यों की जनता की जीत है, इनकी दृढ़ इच्छा शक्ति की जीत है। मगर मैं भारतीय जनता पार्टी की ओर से कहना चाहता हूं कि श्री അമിത്ഷാ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് ഉത്തർപ്രദേശിലെയും മറ്റ് 4 സംസ്ഥാനങ്ങളിലെയും ജനതയ്ക്കുള്ള നന്ദിയാണ് അറിയിച്ചത്. ഓരോ സംസ്ഥാനത്തും എന്താണ് സംഭവിച്ചതെന്നുള്ളതിനെക്കുറിച്ചുള്ള വിലയിരുത്തലുകൾ വരുന്നതേ ഉള്ളൂ. എന്തായാലും BJP ഉത്തർപ്രദേശിലും ഉത്തരാഖണ്ഡിലും സർക്കാരുകൾ രൂപീകരിക്കും, പഞ്ചാബിൽ കോൺഗ്രസ് സർക്കാർ രൂപീകരിക്കും, ഗോവയിലും സർക്കാർ കോൺഗ്രസ് രൂപീകരിക്കാനാണ് സാധ്യത, മണിപ്പൂരിലും കോൺഗ്രസിന്റെ സാധ്യത വളരെ മുന്നിലാണ്. ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി. ഇനി 2019 ഓട്ടത്തിൽ എന്താണ് സംഭവിക്കുക എന്നുള്ള കാര്യത്തിലാണ് സുജാത പറഞ്ഞത്. തീർച്ചയായിട്ടും ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ ഇപ്പോൾ അവരുടെ പരിമിതിയെ സംബന്ധിച്ച് പറഞ്ഞു. പഴയ പ്രതാപത്തിൽ നിന്ന് താഴോട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു. അത് അവർ സ്വീകരിച്ച തെറ്റായിട്ടുള്ള നയങ്ങൾ തന്നെയാണ് അവരെ ഈ പരുവത്തിൽ കൊണ്ടെത്തിച്ചത്. ഈ ഒരു തകർച്ചയിൽ നിന്ന് കോൺഗ്രസിന് എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും? അപ്പോൾ തന്നെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും കുറച്ച് ഉള്ളവരാണ് തന്നെയാണ് അവരെന്നുള്ള അഭിപ്രായത്തോട് 100% യോജിക്കുകയാണ്. പക്ഷെ അവരാ പഴയ നിലപാടിൽ നിന്ന് മാറ്റം വരുത്താൻ തയ്യാറായില്ല. ഞാൻ പറയട്ടെ, ഉള്ള ആളുകൾ പതുക്കെ BJP-യിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് നടത്തിയാൽ ഈ പറഞ്ഞൊന്നും ഇവിടെ എത്താൻ കഴിയില്ല. ഇടതുപക്ഷവും തീർച്ചയായിട്ടും വരാൻ പോകുന്ന 2019 തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇടതുപക്ഷം അതിൻ്റെ സ്വാധീനം തീർച്ചയായിട്ടും വർദ്ധിപ്പിച്ചേ മതിയാവും. ഇടതുപക്ഷത്തിൻ്റെ ഒരു ശക്തമായിട്ടുള്ള സ്വാധീനം ഈ രാജ്യത്തുണ്ടായിരുന്നെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു തകർച്ച BJP മുതലെടുക്കുമായിരുന്നില്ല. ഇടതുപക്ഷത്തിൻ്റെ സ്വാധീന കുറവിനെ ഞങ്ങൾ അംഗീകരിക്കുക. പക്ഷേ രാജ്യം നേരിടുന്ന കടുത്ത വെല്ലുവിളി, വലിയ വെല്ലുവിളിയിലേക്ക് തന്നെയാണ് രാജ്യം പോകുന്നത്. കാരണം ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊന്നും ചെയ്തതിൻ്റെ വിജയമല്ല ഇത്. അപ്പോൾ അതിന് പറയാൻ സമയമില്ലാത്തതിൻ്റെ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഈ 3 വർഷത്തെ ശ്രീ നരേന്ദ്രമോദിയുടെ ഭരണത്തിൻ്റെ നേട്ടം കിട്ടിയതൊരു ചെറിയ ന്യൂനപക്ഷത്തിനാണ്. മഹാഭൂരിപക്ഷം ആ നിലയിലേക്ക് വന്നില്ല. പക്ഷേ 2019 തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും രാജ്യത്തെ പൊതു അവസ്ഥ, ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷ നേരിടുന്ന വെല്ലുവിളി, ഇതൊക്കെ നന്നായി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശക്തമായി BJP-ക്കെതിരായിട്ടുള്ള ഒരു വലിയ വികാരം രാജ്യത്ത് സമ്പത്തൊന്നും കൂടെ ലോട്ടുള്ള സ്ഥലം അത് പറയാതിരിക്കും. അല്ല, ഇവിടെ ഇടതുപക്ഷത്തിന്റെ കുറവിനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ നമുക്കറിയാലോ, മ്യാൻമാറിന്റെയും മറ്റേ ചൈനയുടെ ഒക്കെ അടുത്തോട്ടടുത്ത് അവിടെ ഈ ഞങ്ങൾ എത്തിപ്പെടുന്നതിനേക്കാൾ കൂടുതൽ പെട്ടെന്ന് എത്തിപ്പെടാൻ കഴിയും നിങ്ങൾക്ക് അവിടെ 0 അല്ലേ? നിങ്ങൾക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അല്ല, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഞാൻ പറയട്ടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നഷ്ടപ്പെട്ടു. മറ്റൊന്ന് 4 സംസ്ഥാനങ്ങളിലും BJP സർക്കാർ ഉണ്ടാക്കാൻ പോവുകയാണ്. അമിത്ഷാ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 4 സംസ്ഥാനങ്ങളിലും ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല എന്നുള്ളത് ക്ലിയർ ആണല്ലോ. 4 സംസ്ഥാനങ്ങളിലും പ്രഖ്യാപിച്ചു കഴിഞ്ഞല്ലോ. അതിന്റെ അർത്ഥം എന്താണ് ശ്രീ ചാരുപാറ രവി? അതായത് 4 സംസ്ഥാനങ്ങളിൽ, ഞാൻ ഒരു മിനിറ്റ് ശ്രീ ചാരുപാറ രവിയിലേക്ക് ഒരു മിനിറ്റ്
നിങ്ങൾ തമ്മിൽ സംസാരിക്കില്ല. ശ്രീ ചാരുപാറ രവി, 4 സംസ്ഥാനങ്ങളിലും ഇപ്പോ അവർ സർക്കാർ രൂപീകരിക്കാൻ പോവുകയാണെങ്കിൽ അതിന്റെ അർത്ഥം ഗോവ ഉൾപ്പെടെയാണ്. പഞ്ചാബ് മാത്രമാണ് കോൺഗ്രസിന് കൊടുക്കുന്നത്. ഗോവയിൽ മുഖ്യമന്ത്രി പോലും തോറ്റ പാർട്ടിയാണ് അവിടെ വീണ്ടും സർക്കാർ രൂപീകരിക്കാൻ ശ്രമിക്കും എന്ന് പറയുന്നത്. അല്ല, ഞങ്ങൾക്ക് ഭൂരിപക്ഷം ലഭിച്ചാൽ ഞങ്ങൾ സർക്കാർ ഉണ്ടാക്കണം. മുഖ്യമന്ത്രി ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ പകുതി കൂടുതൽ വേണ്ടേ? അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കുറെ പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടില്ല. ചില സമുദായങ്ങളെ, ചില ആളുകളെ അങ്ങോട്ട് കയറ്റിവിട്ട പുതിയ പുതിയ പ്രഖ്യാപനം. അതുപോലെ അത് പഠിക്കുകയാണ് നരേന്ദ്രമോദി എന്നോടെ പറയാൻ. ഈ രാജ്യത്ത് ഇപ്പോൾ മുസ്ലിങ്ങൾക്ക് ഉത്തർപ്രദേശ് സീറ്റ് കൊടുത്തില്ല. അതുപോലെ തന്നെ അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള കുതന്ത്രങ്ങൾ എന്തും പ്രയോഗിക്കാനുള്ള മാൻഡേറ്റാണ് കിട്ടിയിരിക്കുന്നത് എന്നാണ് അവർ കരുതിയിരിക്കുന്നത്. അതിൻ്റെ പ്രഖ്യാപനമാണ് ഇവിടെ. ഞാനിത് പറഞ്ഞ് ഒരു സെക്കൻഡ്, അതായത് ഇപ്പോൾ ഇത് സൂചിപ്പിച്ച പോലെ എന്തായാലും ഈ വെല്ലുവിളിയെ നേരിടാനുള്ള ശക്തമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് രാജ്യത്തിന്റെ മതനിരപേക്ഷത ആഗ്രഹിക്കുന്ന എല്ലാവരും ഒരുമിച്ച്. അങ്ങനെയാണെങ്കിൽ അതിനും ശ്രീ ചാരുപാറ രവി, നിങ്ങൾ മഹാസഖ്യം ഉണ്ടാക്കിയ സമയത്ത് കോൺഗ്രസ് കൂടെ ചേർന്നുണ്ടാക്കിയ മഹാസഖ്യത്തിൽ ഇടതുപക്ഷം ഇല്ലാതിരുന്ന ഒരു പ്രശ്നം നിങ്ങൾ തന്നെ ചൂണ്ടിക്കാട്ടിയതാണല്ലോ. ഇനിയിപ്പോ ഇവരെല്ലാം കൂടി ചേർന്നൊരു സഖ്യം ഉണ്ടാകണ്ടേ 2019? അതിന് മാത്രമേ ജനവിധിയുള്ളൂ. അതിനുള്ള ജനവിധി കൂടെയാണ്. അതിനുള്ള ജനവിധി മുൻകൈ എടുക്കും. നിതീഷ് കുമാറോ? നിതീഷ് കുമാർ വേണം, CPM-ന്റെ നേതൃത്വം വേണം, കോൺഗ്രസിന്റെ നേതൃത്വം വേണം. സംയുക്തമായി ആലോചിക്കേണ്ട കാര്യമാണ്. ദേവഗൌഡയെ ചുമതലപ്പെടുത്തി കഴിഞ്ഞു. അത് നേരത്തെ ഒരു ചർച്ചയിൽ ആരോ എടുത്തു പറയുന്നതും കേട്ടു. ഞങ്ങളല്ല ജനതാദൾ എസ്സുകാരല്ലാത്ത വേറെ ആരോ പറയുന്നത് ഞാൻ കേട്ടു. മഹാസഖ്യം എന്നുള്ള പേരിൽ തന്നെ അപ്രകാരം ഒരു കുടക്കീഴിൽ ഇന്ത്യയിലെ പ്രതിപക്ഷം, ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികളെ, മതേതരത്വ വിശ്വാസികളെ യഥാർത്ഥ സോഷ്യലിസ്റ്റ് പാതയിൽ കൂടി ജനസമൂഹത്തിനാകെ ഒരു വിഭാഗത്തെയും മാറ്റി നിർത്താതെ, അത് ഈ സീറ്റ് കൊടുക്കുന്ന കാര്യത്തിൽ മാത്രമല്ല, ബാക്കി എല്ലാ ഭരണത്തിൻ്റെ സൽഗുണങ്ങളെല്ലാം കൊണ്ടെത്തിക്കുന്നതിൽ, സൽഫലങ്ങളെല്ലാം കൊണ്ട് കൊടുക്കുന്നതിൽ ആരെയും മാറ്റി നിർത്താതെ കൂടുതൽ അർഹിക്കുന്നവർക്ക്, ഇതുവരെ കൂടുതൽ അവഗണിക്കപ്പെട്ടിരുന്നവർക്ക് അവർക്ക് പ്രയോറിറ്റിയും കൂടെ കൊടുത്തുകൊണ്ട് ഇങ്ങനെ സന്തുലിതമായിട്ടുള്ള ഒരു വികസന പ്രക്രിയ മുൻവശത്ത് വെച്ചുകൊണ്ട് അപ്രകാരം ഒരു മാനിഫെസ്റ്റോ തയ്യാറാക്കി പൊതുജന മധ്യത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ഇവിടെ ഒരു രാഷ്ട്രീയ ഡോക്ടർ ജമീല പ്രകാശം, നിങ്ങൾ എന്തൊക്കെ മാനിഫെസ്റ്റോ ഉണ്ടാക്കിയാലും ശ്രീ കെ സുരേന്ദ്രന്റെ ഭാഗത്തു നിന്ന് വരുന്ന മാനിഫെസ്റ്റോ ഇപ്പോൾ ഉത്തർപ്രദേശിൽ ഇറങ്ങിയതുപോലത്തെ ഒരു മാനിഫെസ്റ്റോ ആയിരിക്കും. ഡിമോണിറ്റൈസേഷനേക്കാൾ വലുത് ആയിട്ട് ജനങ്ങൾ കരുതുക ഈ വർഗീയമായ കാര്യങ്ങളാണ് എന്നാണ് ചില ആളുകളൊക്കെ പ്രതികരിക്കുന്നത്. പിന്നെ രൂപീകരിച്ചതാണ്, അത് പൊളിഞ്ഞു പോയതാണ്. നിങ്ങൾ വേണ്ടത് കേരളമടക്കം എല്ലാ കക്ഷികളും യോജിച്ച് ഒറ്റക്ക് നിൽക്കുക. ഒറ്റയ്ക്ക് നിന്നാലേ ഞങ്ങൾക്ക് നിങ്ങളെ നേരിടാനുള്ള ഒരു ഏരിയുള്ളൂ. ഇപ്പോ നരേന്ദ്രമോദിക്ക് ബദലായി ഒരു രാഷ്ട്രീയം ഇന്ത്യ രാജ്യത്ത് നിങ്ങൾ യോജിച്ചു നിന്നാലും സാധ്യമല്ലാത്ത ഒരു സാഹചര്യമാണ് UP തെരഞ്ഞെടുപ്പ് തെളിയിക്കുന്നത്. മണിശങ്കർ അയ്യരെ പോലുള്ളവർ പോലും നരേന്ദ്രമോദിയെ ഒരു ചായക്കടക്കാരൻ അല്ലെങ്കിൽ ചായ വിറ്റോളൂ എന്ന് പറയുന്ന ഒരു എലീറ്റിസം മറുഭാഗത്തെ കക്ഷികൾക്കില്ലേ? അതല്ലേ ഈ അവസ്ഥയിലേക്ക് കൊണ്ട് എത്തിച്ചത്? മണിശങ്കർ അയ്യരെ പോലും ചായ വിറ്റോട്ടെ. മണിശങ്കർ അയ്യരെ മുതിർന്ന ഒരു കോൺഗ്രസ് നേതാവ്. അത് ആ അവസ്ഥയല്ലേ? അല്ല, അതാണ് ചായക്കടക്കാരൻ എന്ന് പറഞ്ഞ് ചായപ്പേ ചർച്ചയൊക്കെ സംഘടിപ്പിച്ച് എന്നിട്ട് ഇന്ത്യ രാജ്യത്തെ പാവപ്പെട്ട ചായക്കടക്കാരായ തൊഴിലാളികളോട് ഒരു അല്പമെങ്കിലും കൂറ് കാണിക്കുന്നുണ്ടോ ഇന്ത്യ ഗവൺമെന്റ്? ഞങ്ങൾ പറയട്ടെ, അല്ല പ്രധാനമന്ത്രിയാക്കാൻ കഴിയില്ല. അല്ല, ആ ചായക്കടക്കാരനായിട്ട് ഒരു മിനിറ്റ്, എല്ലാവരും കൂടെ പറഞ്ഞ കേട്ടില്ല. ബഹളം വെച്ചാൽ കേട്ടില്ല. ഒരു ന്യൂനപക്ഷത്തെ ഒരു മിനിറ്റ്, നിങ്ങളുടെ ദളിത് പ്രേമം കാപട്യമാണ്. ശ്രീ കെ സുരേന്ദ്രൻ ഒരു മിനിറ്റ്. അതായത് ബഹളം വെച്ച് കഴിഞ്ഞാൽ കേൾക്കില്ല. ഓരോരുത്തരായിട്ട് പറയാൻ ശ്രമിക്കുക. ശ്രീ കെ സുരേന്ദ്രൻ, സുജാത ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്: ഏത് ചായക്കടയിലാണ് അദ്ദേഹം ഈ ചായ അടിച്ചു കൊടുത്തതെന്നാണ്? അല്ല, അത് അദ്ദേഹത്തിന്റെ ചരിത്രമൊക്കെ നമ്മുടെ രാജ്യത്ത് വന്നല്ലോ. ആർമി അടക്കമുള്ളവർ പോകുമ്പോ അദ്ദേഹം ചായ കൊണ്ട് കൊടുത്തിരുന്നു. അദ്ദേഹം തന്നെ അതാണ് രാഹുൽ ഈശ്വർ അത് ചരിത്രം പരിശോധിച്ച് നമുക്കൊരു മിനിറ്റ് ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒറ്റ കാര്യമേ ഓർമ്മിപ്പിക്കാനുള്ളൂ. ഈ ഇടവേള കഴിഞ്ഞ് വരുമ്പോഴെങ്കിലും ഒരു ചോദ്യത്തിന് ഉത്തരം ശ്രീ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ കണ്ടെത്തേണ്ടതുണ്ട്. ഇനി ഈ 5 സംസ്ഥാനങ്ങളിലും ജനങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി മാത്രം വോട്ട് ചെയ്തു. ഇനി അങ്ങോട്ട് 2019 ഞങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ കാത്തിരിക്കുകയാണ്. മറ്റെല്ലാ പാർട്ടികളും ഇവിടെ നിന്ന് മാറിക്കഴിഞ്ഞു. ഇനി ഒരു മഹാഗഠബന്ധൻ ഇല്ല എന്ന് വിശ്വസിക്കുകയാണോ BJP? ഇടവേളയ്ക്ക് ശേഷം ഈ ഘട്ടത്തിലെ ചർച്ച അവസാനിക്കുന്നതിന് ഇനി ഒരു 5 മിനിറ്റ് കൂടി മാത്രമേ ഉണ്ടാകുകയുള്ളൂ. എല്ലാ അതിഥികളിൽ നിന്നും 1 മിനിറ്റിൽ താഴെയുള്ള ഒരു പ്രതികരണം ആഗ്രഹിക്കുകയാണ്. ബഹളം കൂട്ടിയാൽ ആര് പറയുന്നതും കേൾക്കില്ല. എന്നാൽ ഏറ്റവും ആദ്യം ശ്രീ ഡൊമിനിക് പ്രസന്റേഷനിൽ നിന്ന് നമ്മളിപ്പോൾ ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ,
ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്ന്, അവരവർക്ക് എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്നാണ് കരുതുക? താങ്കൾ എങ്ങനെ പറഞ്ഞു തുടങ്ങും? കോൺഗ്രസ് പാർട്ടി ഒരു ഇൻട്രോസ്പെക്ഷൻ അടിയന്തരമായി ചെയ്യേണ്ടതാണ്. പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള ഏറ്റവും വലിയൊരു സംസ്ഥാനത്ത് ഒരു ഐക്യം ഉണ്ടാക്കിയിട്ട് പോലും അത് എഫക്റ്റീവ് ആയില്ല എന്നുള്ളത്, അത് എന്തുകൊണ്ടാണെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചർച്ച കോൺഗ്രസ് നടത്തണം. എന്ന് മാത്രമല്ല, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും ഗ്രാസ് റൂട്ട് ലെവലിൽ പാർട്ടി ഉണ്ടാക്കാനുള്ള ശ്രമം കോൺഗ്രസിൻ്റെ ഭാഗത്ത് അടിയന്തരമായി ഉണ്ടാവണം. അതിലേക്കാണ് ഇത് വിരലുണ്ടുന്നത് എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ശരി, അതിനെ അംഗീകരിക്കേണ്ടി വരും അല്ലേ ഡോക്ടർ ബെന്നി തോമസ്? തീർച്ചയായിട്ടും കോൺഗ്രസ് ദേശീയ തലത്തിൽ ഇപ്പം നിന്നും റിലവൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടിയാണ്. അത് വളരെ വ്യക്തമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ കാണുകയാണ്. BJPയുടെ വിജയത്തെ തുടർന്ന് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ മിക്കവാറും എല്ലാ ദേശീയ പാർട്ടികളെയും സംസ്ഥാന പാർട്ടികളുടെയും ഒരു കൂട്ടായ ശക്തമായ ഒരു അലയൻസ് 19 തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് ഉരുത്തിരിയും എന്ന് തന്നെയാണ് ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പ് നിരീക്ഷകൻ എങ്ങനെയാണ് പറയുക? രണ്ട് കാര്യങ്ങൾ. 40-ൽ മഹാത്മാഗാന്ധിക്ക് ഉണ്ടായിരുന്ന ഒരു പാൻ ഇന്ത്യൻ സ്റ്റേച്ചർ, 71-ൽ ഇന്ദിരാഗാന്ധിക്ക് ഉണ്ടായിരുന്ന എല്ലാ വിഭാഗങ്ങളും ഒന്നിരിക്കുന്ന ഒരു പാൻ ഇന്ത്യൻ സ്റ്റേച്ചർ, അതിലേക്ക് നരേന്ദ്രമോദിജി ഇന്ന് ഒരു പാൻ ഇന്ത്യൻ ട്രൂ ലീഡറായി മാറുകയാണ്. രണ്ട്, കോൺഗ്രസിനെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഈ ദിഗ്വിജയ് സിംഗ്, മണിശങ്കർ അയ്യർ അടക്കമുള്ള ഒരു ആവശ്യമില്ലാത്ത ഒരു സ്യൂഡോ ലെഫ്റ്റ് പിടിക്കുന്ന ആൾക്കാരെ മാറ്റി നമ്മുടെ ശശി തരൂർ സാറിനെ പോലെ, ജനാർദ്ദൻ ദ്വിവേദിയെ പോലെ, ജ്യോതിരാദിത്യ സിന്ധ്യയും സച്ചിൻ പൈലറ്റിനെയും ഒക്കെ കുറെ കൂടെ രാഹുൽ ഗാന്ധിയുടെ ടീമിൽ കൊണ്ടുവരികയും മറ്റും ചെയ്താൽ അത് ഇന്ത്യക്ക് നല്ലതാണ്. കാര്യം എന്നും ഒരു ഒപ്പോസിഷൻ രീതിയിൽ CS സുജാതയും ഡോക്ടർ ജമീലയും ചിരിച്ചു. എന്താണ് ഡോക്ടർ ജമീല ഉദ്ദേശിച്ചത്? അല്ല, ഞാൻ അത് ചിരിച്ചു പോയത്, ജീവിതത്തിൽ ഒരിക്കലും അധികാരം കയ്യിലെടുക്കാൻ താല്പര്യപ്പെട്ടിട്ടില്ലാത്ത മഹാത്മാഗാന്ധി റെയിൽവേ ട്രാക്കിൽ ചായ വിറ്റുകൊണ്ട് നടന്നു ഒരു പ്രധാനമന്ത്രി എന്ന് പറയുന്നു. ഇതേ റെയിൽവേ ട്രാക്കുകളിൽ കൂടി പണ്ട് ഓടിയിരുന്ന തീവണ്ടികളിൽ കയ്യിൽ ഒരു കഷ്ണം പേപ്പറും മറ്റേ കയ്യിൽ ഒരു മഗ് വെള്ളവും കൊണ്ട് ഒരുപാട് കക്കൂസുകൾ ഈ മഹാത്മാഗാന്ധി വൃത്തിയാക്കിയിട്ടുണ്ട്. എന്നിട്ടും അദ്ദേഹത്തെ ഒരു RSSകാരൻ വെടിവെച്ചു. അത് വിടുക. പക്ഷേ ആ മഹാത്മാഗാന്ധിയുടെ സ്റ്റേച്ചറിലേക്ക് പിന്നീട് ശ്രീമതി ഇന്ദിരാഗാന്ധിയെ, ഞാൻ ഇന്ദിരാഗാന്ധിയുടെ ഒരു അഡ്മയറാണ്, എന്നായാലും ഒരു ബാലിക എന്നുള്ള രീതിയിൽ ഞാൻ പത്രമൊക്കെ വായിക്കാൻ തുടങ്ങിയ കാലത്ത് തന്നെ ആ വ്യക്തിത്വം എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. അവരുടെ ആ ഔട്ട് സ്പോക്കൺനെസ്സും അവരുടെ ധീരതയും എല്ലാം എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാം വിത്ത് ഡ്യൂ റെസ്പെക്ട് ഞാൻ പറയുന്നത്, എനിക്ക് മഹാത്മാഗാന്ധിയുടെ പാൻ ഇന്ത്യൻ സ്റ്റേച്ചറിലേക്ക് എനിക്ക് ഒരിക്കലും മിസ്സസ് ഗാന്ധിയെ കാണാൻ, അതായത് മിസ്സസ് ഇന്ദിരാഗാന്ധിയെ എനിക്ക് കാണാൻ പറ്റുന്നില്ല. നരേന്ദ്രമോദിയെ എനിക്ക് ഒട്ടും കാണാൻ പറ്റുന്നില്ല. പാൻ ഇന്ത്യൻ എന്ന് പറയുന്നത് എന്താണ് ഈ ഡോക്ടർ ജമീല പ്രകാശം പറയുന്നത്? നമ്മൾ ഈ അടുത്ത കാലത്ത് ഒരു കലണ്ടറിൽ കണ്ടതേ ഉള്ളൂ മഹാത്മാഗാന്ധി ഇരുന്ന സ്ഥലത്ത് നരേന്ദ്രമോദി ഇരിക്കുന്നത്. പിന്നെ അതുപോലെ കാണാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? മുമ്പിൽ വെച്ചുകൊണ്ട് ആ ചർക്ക ഗാന്ധിജി കയ്യിലെടുക്കുന്ന സമയത്ത് ഞാൻ അതിന് ഉത്തരം പറഞ്ഞോട്ടെ. ഈ BJPയുടെ പൂർവികരെന്ന് പറയുന്ന ആളുകള് ഇവിടെ നടന്ന സ്വാതന്ത്ര്യ സമരത്തിന് നഖശിഖാന്തെ എതിർക്കുന്നവരായിരുന്നു. ഇവരെ അന്നത്തെ ഈ ഹിന്ദുത്വ കേഡർ പാർട്ടികള് കത്തെഴുതിയിട്ടുണ്ട്. ബ്രിട്ടീഷ് താങ്കൾക്ക് വേണമെങ്കിൽ ആ കത്തിന്റെ ഞാൻ കാണിച്ചു തരാം. അതില് എഴുതിയിട്ടുണ്ട്, ഞങ്ങൾ നിങ്ങൾക്കെതിരല്ല, അതായത് ഇവിടുത്തെ സവർണരായിട്ടുള്ള ഹിന്ദുക്കള്, ഇവിടുത്തെ സവർണരായിട്ടുള്ള ഹിന്ദുക്കൾ ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അതിന് മറുപടി സമയം തരാം. അതെ, ഇതിന് മറുപടി ഇല്ലാത്തതുകൊണ്ടാണ് ആ ബഹളം. മറുപടി ഉള്ളവർ ബഹളം വെക്കില്ലല്ലോ. ഇവിടുത്തെ സവർണരായിട്ടുള്ള ഹിന്ദുക്കള് എന്നും സാമ്രാജ്യത്വ മേധാവികൾ ഇവിടെ ഇരുന്ന ബ്രിട്ടീഷുകാർക്ക് നിരവധി തവണ കത്തെഴുതുകയും അവരുടെ അലീജിയൻസ് അവിടെ ചെന്ന് സാഷ്ടാംഗം പ്രണമിച്ച് അവരെ കൂടെ ബോധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇതിൽ പങ്കില്ല. കുറച്ച് അപക്വമായിട്ടുള്ള ശ്രീ ചാരുപാറ രവി എന്തോ പറയാൻ വന്നപ്പോഴാണ്, ഒരു മിനിറ്റ് ശ്രീ ചാരുപാറ രവി പറയാൻ വന്നപ്പോഴാണ് ഞാൻ ഇടപെട്ടത്. ഞാൻ പറയുന്നത്, ഈ കാലഘട്ടത്തിലെ രാഷ്ട്രീയത്തിന് ഇപ്പോഴത്തെ പ്രവർത്തനങ്ങൾക്ക്, പ്രധാനമന്ത്രിയുടെയും മറ്റ് പല പ്രവർത്തനങ്ങൾക്കും തടയിടാനൊരു ജയപ്രകാശ് നാരായണനോ ലോഹിയോ അല്ലെങ്കിൽ AK ഗോപാലിനോ ഒന്നും ഇപ്പോൾ ഇല്ല. പക്ഷെ നമുക്ക് നമ്മളിൽ നിന്ന് ഒരാളെ കണ്ടെത്തണം. ആ കണ്ടെത്തലിന് ഇടതുപക്ഷവും അതുപോലെ മറ്റ് കോൺഗ്രസ് അടക്കമുള്ള കക്ഷികളും സോഷ്യലിസ്റ്റ് കക്ഷികളും യോജിച്ചൊരു നീക്കം നടത്തിയില്ലെങ്കിൽ വളരെ ആപത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സ്വേച്ഛാധിപത്യം. ശ്രീ ഫക്രുദ്ദീൻ അലി, അതായത് ശ്രീ ചാരുപാറ രവി പറഞ്ഞു വരുന്നത്, ആ സ്റ്റേച്ചറിലേക്കുള്ള ആളുകളെ എവിടെയാണ് കണ്ടുവച്ചിരിക്കുന്നത്? അരവിന്ദ് കെജ്രിവാൾ ആണോ, യെച്ചൂരിയാണോ, അതോ രാഹുൽ ഗാന്ധിയെ മാറ്റിക്കൊണ്ട് ഇനി പ്രിയങ്ക ഗാന്ധി ആണോ, ആരാണ്? അല്ല, എൻ്റെ ഞാൻ ഒന്ന് രണ്ട് കാര്യം ഫാക്ച്വലായി പറയേണ്ട ആവശ്യം. ഒന്ന്,
ഒരു പാവപ്പെട്ടവൻ, ഒരു സാധാരണക്കാരൻ, ഒരു കർഷകനെ ഇന്ത്യയിൽ ആദ്യ പ്രധാനമന്ത്രിയാക്കി ഇവിടെ ഒരു ഇടതുപക്ഷമാണ്. അയാളുടെ പേര് പിന്നെ ദേവഗൗഡ. നമ്മളെ മുണ്ട കൊടുത്ത ആദ്യ ഒരാൾ ദേശീയ പതാക ദേവഗൗഡ ഒന്നാമത്. രണ്ടാമത്തെ കാര്യം, നരേന്ദ്രമോദി പിന്നോക്കക്കാരനാണെന്ന് പറയുന്നു. അയാൾ മുഖ്യമന്ത്രി ആയതിനു ശേഷം അയാൾ മുന്നോക്ക ജാതി, അയാൾ പിന്നോക്കത്തിൽ ഉൾപ്പെടുത്തി അയാൾ പിന്നോക്കക്കാരനായി. ഇതെന്തോന്ന് പിന്നോക്ക ജാതി? പിന്നെ രണ്ട്, ഈ നമ്മുടെ മഹാത്മാഗാന്ധി ഇന്ദിരാഗാന്ധിയൊക്കെ ദേശീയ നേതാക്കന്മാരായിരുന്നു. കാരണം അടിയന്തരാസ കാലത്ത് ചില ആലോചിച്ച് മുസ്ലിംസിന് അവരെ വലിയ ഇഷ്ടമായിരുന്നു, ക്രിസ്ത്യാനിയൊക്കെ വലിയ ഇഷ്ടമായിരുന്നു. ഇത് മോഡി എന്നൊക്കെ ആളുകൾക്ക് പിന്നെ പേടിയാ. ഈ മേരാ പ്യാരാ ദേശവാസി എന്ന് പറഞ്ഞാൽ പിള്ളേർ പിന്നെ കരയുന്ന അവസ്ഥ. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ ആ രീതിയിലുള്ള സ്റ്റാച്ചു മോഡി. ഇനി രണ്ടാമത്തെ കാര്യം, ഇവര് കോൺഗ്രസ് ചെയ്യേണ്ടത് ആ ജ്യോതിരാദിത്യ ഇന്ത്യനൊക്കെ പോലെ നല്ല സനാതന ഹിന്ദു ആയിട്ടുള്ള ചെറുപ്പക്കാരുണ്ട്. അവരുടെ മുസ്ലിംസിനെല്ലാം വലിയ ഇഷ്ടമാണ്. അവരെ സനാതനം എന്ന് പറഞ്ഞ ശ്രീ കെ സുരേന്ദ്രൻ പറഞ്ഞ അർത്ഥത്തിലാണ്. സുരേന്ദ്രൻ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ സുരേന്ദ്രൻ ഹിന്ദുത്വനെ കൊടുക്കുക. സനാതൻ എന്ന് മഹാത്മാഗാന്ധി അങ്ങനെയുള്ള ആളുകളുണ്ട്. അത് ജ്യോതിരാദിത്യ സിംഗ്, അതുപോലെ തന്നെ നമ്മൾ BJP നമ്മുടെ പത്മകുമാർ ചേട്ടൻ, അങ്ങനെയുള്ള ആളുകളുണ്ട്. വിഷമില്ലാത്ത ആളുകൾ. അവരൊക്കെ ഇവരുടെ ഇവിടുത്തെ മറ്റേ വിഭാഗം എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ്. പക്ഷെ ഇത് കുറച്ച് കൂടുതലാണ്. ശ്രീ സുരേന്ദ്രൻ, അല്ല, ഫക്രുദ്ദീന്റെ RSS വിരോധം എനിക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത് മനസ്സിലാവും. ഇപ്പൊ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു RSS മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്നു. അത് ചരിത്രത്തിന്റെ അവബോധമാണ് അവരെ അത് പറയിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ സ്വാതന്ത്ര്യ സമരത്തിൽ RSSന്റെ പങ്കാളിത്തമില്ല. സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റിക്കൊടുത്തത് മാർക്സിസ്റ്റ് പാർട്ടിയാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. 2-3 മിനിറ്റേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങ് പറയേണ്ട ഉത്തരം, ഇവരെല്ലാരും കൂടി അടുത്ത 2019 ആകുമ്പോഴേക്ക് ഒരു വഴി കണ്ടെത്താൻ പോവുകയാണ്. ഇവരെല്ലാം ഒരുമിക്കാൻ പോകുന്നു, ആരെയോ കണ്ടെത്താൻ പോവുകയാണ്. അവർ ഒരുമിച്ച് വന്ന് നിങ്ങളെയാണ് എതിർക്കാൻ പോകുന്നത്. നരേന്ദ്രമോദി എന്ന് പറഞ്ഞ് ഈ ഗാന്ധിജിയുടെയൊക്കെ വേഷമിട്ട് നടക്കുന്ന എന്ന് ഇവർ പറയുന്ന ആ ഒരു വ്യക്തിത്വത്തെയാണ് അവർ 2019 എതിർക്കുക. നിങ്ങൾ എന്താണ് ഇനി അങ്ങനെ ചെയ്യാൻ പോകുന്നത്? ഇതൊക്കെ മാറ്റി നരേന്ദ്രമോദിയെ മാറ്റി വേറൊരാളെ കൊണ്ടുവെക്കുവോ? അല്ല, ഈ രാജ്യത്ത് വികസനത്തിന്റെ നൂറ്റാണ്ടാണിത്. വികസനത്തിലേക്കാണ് രാജ്യത്തെ നരേന്ദ്രമോദി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നരേന്ദ്രമോദിയോടൊപ്പം രാജ്യത്തെ വർണ്ണവർഗ വ്യത്യാസമെന്നെ, ജാതി വ്യത്യാസമില്ല, എല്ലാ ബഹുജനങ്ങളും അണിനിരക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൂടെ, ഇപ്പം നടന്ന തെരഞ്ഞെടുപ്പിലും വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് രാജ്യത്തെ ജനങ്ങൾ കഴിഞ്ഞ 7 പതിറ്റാണ്ട് കാലത്തെ ഭരണം അവർക്ക് സമ്മാനിച്ച പീഡനങ്ങളും അതുപോലെ തന്നെ ദാരിദ്ര്യത്തിലേക്ക് ജനങ്ങളെ നയിച്ച് പട്ടിണിയിലേക്ക് നയിച്ച് കുടിവെള്ളമില്ലാത്ത, വൈദ്യുതി ഇല്ലാത്ത, വെളിച്ചമില്ലാത്ത അവസ്ഥയിലേക്ക് ജനങ്ങളെ നയിച്ചതിൽ നിന്ന് ജനങ്ങൾക്ക് മോചനം വേണം. ആ മോചനത്തിന്റെ മന്ത്രമാണ് ഇന്ന് BJP സർക്കാർ. സുജാത, താങ്കൾക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാൻ ആരെങ്കിലും ഇടപെട്ടാൽ ഞാൻ ഉത്തരവാദിയല്ല. പക്ഷേ ഇപ്പൊ സുരേന്ദ്രൻ പറയുന്നത് ഈ നരേന്ദ്രമോദി ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തു, അതാണ് ഇതാ ഉത്തർപ്രദേശിൽ കണ്ടത്, ഉത്തരാഖണ്ഡ് ഭരിക്കാൻ പോകുന്നത്. അങ്ങനെയുള്ള നരേന്ദ്രമോദി തന്നെ ഇനി ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോകും? ഒരിക്കലുമല്ല. കോൺഗ്രസ് ഈ രാജ്യത്തെ നയങ്ങള് ജനങ്ങളെ മുന്നോട്ട് നയിച്ചിട്ടില്ല. കോൺഗ്രസിന്റെ ഭരണ പരാജയം തന്നെയാണ് അവരെ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടത്. പകരം ഞാൻ മിണ്ടിയില്ല. പകരം പറഞ്ഞപ്പോ ഞങ്ങളാരും ഇടപെട്ടില്ലല്ലോ. പകരം വന്ന BJP ഇന്ത്യ വികസനത്തിന്റെ പാത പരീക്ഷിച്ചില്ലേ പറഞ്ഞത്. ഒരു മിനിറ്റ് 10 സെക്കൻഡ്. പകരം വന്ന BJP ഇന്ത്യ വികസനത്തിന്റെ പാതയിലേക്ക് കൊണ്ടുപോയില്ലല്ലോ. ഈ രാജ്യത്തെ 15 ലക്ഷം രൂപ അക്കൗണ്ടിലിടുമെന്ന് പറഞ്ഞിട്ടില്ല, കൃഷിക്കാരെ സഹായിച്ചില്ല, തൊഴിലാളികളെ സഹായിച്ചില്ല, 50% സംവരണം തരുമെന്ന് പറഞ്ഞ് തന്നിട്ടില്ല. പക്ഷെ വർഗീയ കാർഡ് നന്നായി ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഉപയോഗിച്ചു. വരാൻ പോകുന്ന വിപത്തിനെ ഞങ്ങൾ മുൻകൂട്ടി തന്നെ ഇപ്പോൾ കാണുന്നു. കാരണം വലിയ ആപത്തിലേക്ക് രാജ്യം പോകുന്നു. ഈ മഹാത്മാഗാന്ധിയൊക്കെ അങ്ങനെ ശ്രീ നരേന്ദ്രമോദി അദ്ദേഹത്തിന് കൊണ്ടുപോകാൻ കഴിയില്ല. അത് ആ ടോപ്പിക്ക് ശ്രീ പ്രകാശം പറഞ്ഞാൽ ഞാൻ പറയുന്നില്ല. പക്ഷേ ഇവിടെ യഥാർത്ഥത്തിൽ BJP ഗവൺമെന്റിന്റെ നയങ്ങൾക്കെതിരായി ഏറ്റവും ശക്തമായി പ്രതികരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യ രാജ്യത്തെ ലെഫ്റ്റാണ്. പരിമിതി ഉണ്ടെന്ന് ഞാൻ ജോ ആന്റണിയും ഡൊമിനിക് പ്രസന്റേഷനും ഒക്കെ പ്രതികരിക്കാൻ കാത്തുനിൽപ്പുണ്ട്. പക്ഷെ സമയത്തിന്റെ പരിമിതി കൊണ്ട് മാത്രം അവരിലേക്കൊന്നും പോകാൻ സാധിക്കുന്നില്ല. എന്തായാലും BJP ഉത്തർപ്രദേശിൽ വലിയ വിജയം നേടിയിരിക്കുന്നു. ഉത്തരാഖണ്ഡിൽ BJP ഭരിക്കാൻ പോകുന്നു. പഞ്ചാബ് കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഗോവയും മണിപ്പൂരും ഞങ്ങൾ ഭരിക്കുമെന്ന് അമിത്ഷാ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു. എന്താണ് നടക്കാൻ പോകുന്നതെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. പക്ഷേ ഇതൊരു സൂചന തന്നെയാണ്. വരുംകാല രാജ്യത്തിന്റെ രാഷ്ട്രീയം എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതിനെ കുറിച്ച് BJP എടുത്ത തന്ത്രത്തിന്റെ പുറത്ത് പുതിയ തന്ത്രങ്ങൾ എടുക്കാൻ മറ്റ് രാഷ്ട്രീയ കക്ഷികൾ ഒരുങ്ങിയിട്ടുണ്ടോ? അതിന് അവർ എത്രത്തോളം ഇനി പ്രാപ്തരായി പുതിയ നേതൃത്വത്തെ കണ്ടെത്തി മുന്നോട്ട് പോകും നരേന്ദ്രമോദിയെ ജയിക്കാൻ? അതാണ് ഇന്നത്തെ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന സൂചന. വലിയ ചർച്ചകളിലേക്ക് നമുക്ക് ഇനിയും പഞ്ചതന്ത്രം തിരിച്ചെത്തേണ്ടതുണ്ട്. അതിനായി പ്രേക്ഷകർ കാത്തിരിക്കുക. ഈ ചർച്ചയിൽ തുടർന്ന എല്ലാ അതിഥികൾക്കും നന്ദി. പ്രേക്ഷകർക്കും നമസ്കാരം. വീണ്ടും കാണാം.